ഫ്രണ്ട്സ്, ഹലോ. നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ അപ്പാനെ ശരത്ത് ഷാനവാസ് അക്കയുടെ പിറകെ നടന്ന് ഒരുപാട് സോറി പറയുന്നുണ്ട്. സത്യം പറഞ്ഞ ആ സോറി കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഇത്തിരി നമുക്ക് ആ ക്ഷമിക്കാമായിരുന്നു. നമ്മളെ മനുഷ്യർക്കല്ലേ ക്ഷമിക്കാനുള്ള ഒരു കഴിവുള്ളൂ. നമുക്ക് മനുഷ്യർ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആ ക്ഷമിക്കാനാണ് നമുക്ക്. അതാണ് ഏറ്റവും വലിയൊരു വിൽ പവർ. നമ്മൾ ലാലേട്ടൻ പറഞ്ഞ കണക്ക് ക്ഷമിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പാനെ ശരത്ത് ഇത്രയും കേണപേക്ഷിക്കുന്നുണ്ട് ഷാനവാസ് അക്കയെ അടുത്ത്. ഒരു അബദ്ധം പറ്റിപ്പോയി, ജെന്യുവനാണ്. അത് ഒരു അബദ്ധം പറ്റിപ്പോയി. കാരണം പുള്ളിക്കാരൻ നല്ല ദേഷ്യം വരുന്ന ആളാണ് അപ്പാൻ ശരത്ത്. പക്ഷേ അത്രത്തോളം ഒരാളടുത്ത് സ്വന്തം തെറ്റ് അംഗീകരിച്ച് താഴ്മയോടെ ക്ഷമിക്കാൻ പറയുമ്പോൾ നമ്മളത് ക്ഷമിച്ചു കൊടുക്കണം. അതും പുള്ളിക്കാരൻ നല്ല മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയമാണ് അല്ലേ നമ്മളെ ബിൻസി ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കേസിൽ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരിക്കലും അതൊരു തെറ്റായിട്ടുള്ള രീതിയിലല്ല അവര് ഗെയിം കളിച്ചാണ് അവർ. അങ്ങനെ ഗെയിം കളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു അനിയത്തി എന്നുള്ള രീതിയിലാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കെന്നല്ല, അത് അങ്ങനെ കാണുന്നവർക്ക് അറിയാം. പക്ഷെ അത് കുറെ ആൾക്കാര് എടുത്ത് വളച്ചൊടിച്ച് ഗെയിം ആക്കി. അത് മോശമായി പോയി. കാരണം അപ്പാനിക്കാണെങ്കിലും ബിൻസിക്കാണെങ്കിലും ഭാവിയിൽ ഒരു ലൈഫ് ഉള്ളതാണ്. അപ്പാനിക്ക് പുള്ളിയെ സംബന്ധിച്ച് വൈഫും കുട്ടികളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അവര് പുറത്തിരുന്ന് കാണുകയാണ്. അപ്പൊ നമ്മളൊരു എത്തിക്സ് വിട്ട് പെരുമാറരുത് എന്നുള്ളതാണ്. കാരണം ഇവരൊക്കെ ഒരേ ഫീൽഡില് നിൽക്കുന്ന ആൾക്കാരും കൂടെ അങ്ങനെ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ എടുത്തത് വളരെ വളരെ മോശമായി പോയി. പക്ഷെ അത് എന്തായാലും പുള്ളിക്കാരനെ സിൻസിയറിറ്റി എന്തായാലും നമ്മൾ പുറം ലോകം നമ്മളത് കാണുന്നുണ്ട്. പിന്നെ ഷാനവാസുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂവില് ഭാവത്തിന് നല്ല വിഷമമുണ്ട്. കാരണം അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. അപ്പൊ അക്ബർ അപ്പാനെ യൂസ് ചെയ്ത് ഷാനവാസിനെതിരെ കളിച്ചു എന്നുള്ളതാണ്. ഇവിടെ അക്ബർ നല്ല ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന നല്ല ഇത്ര സ്ട്രോങ് പ്ലെയർ ആണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് നിൽക്കുന്നവരെ യൂസ് ചെയ്താണ് കുറച്ചുകൂടെ കളിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അപ്പാനെ കൂട്ടാക്കി പിടിച്ച് അപ്പാനെ കൊണ്ട് യൂസ് ചെയ്യിപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അക്ബറിന്റെ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ആണ് എല്ലാവരെയും മാറ്റി നിർത്തി പുള്ളിക്കാരൻ വേറൊരു വഴി കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് പടവെട്ടി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കണ്ടുപിടിച്ച ആളാണ് ഷാനവാസ്. അപ്പൊ ഷാനവാസ് അപ്പാൻ്റെ അടുത്ത് പറയുന്നുണ്ട് അക്ബർ നിന്നെ ഉപയോഗിച്ചാണ് ഈ കളിക്കുന്നതെന്നൊക്കെ അല്ലേ. പക്ഷെ അത് ഉള്ള കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പാനെ ശരത്ത് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അപ്പാനെ ശരത്തിന് നല്ല ഫാൻസ് ഉണ്ടാക്കാൻ പറ്റും, നല്ല ബേസിക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഈ അക്ബറിന്റെ കൂട്ട് കച്ചവടം പുള്ളിക്കാരന് പണിയാവും. അത് കേറി പോവുകയും ചെയ്യും. അപ്പാനിക്ക് അത് വലിയ പണി കിട്ടുകയും ചെയ്യും. അപ്പാനിയെ എപ്പോഴും ഒരു എന്താണ് പ്രതിയാക്കിക്കൊണ്ട് അക്ബർ നൈസായിട്ട് കയറി പോകുന്ന പരിപാടിയാണ്. അതെ അതെ അതെ. ഇപ്പൊ തന്നെ അതിന്റെ എക്സാമ്പിൾ ആണ് ഷാനവാസ് കേനെയും അപ്പാനെയും തമ്മിൽ തെറ്റിച്ചത്. അത് വലിയൊരു എക്സാമ്പിൾ ആണ്. പിന്നെ എന്താ പറയാ, പിന്നെ അത് ഷാനവാസിന് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഒരു കാരണവശാലും അപ്പാനിയുടെ ആ ഒരു സോറി പോലും, കാരണം അവൻ എന്നോട് അങ്ങനെ ചെയ്തത്. നമുക്കാണെങ്കിൽ പുറത്ത് നമ്മളൊരു ആളെ നമുക്കറിയാം. അപ്പൊ അവരിൽ നിന്ന് നമ്മളൊരു പ്രതീക്ഷിക്കും. അപ്പൊ അതിലും അപ്പുറമായിട്ട് വേറൊരാൾ വന്നപ്പോഴത്തേക്ക് അവരുടെ കൂടെ നിന്നിട്ട് നമ്മളെ മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ആരായാലും മനസ്സിൽ, അതായത് നമ്മുടെ ആ ബോണ്ട് തകർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് റിക്കവർ ചെയ്തെടുക്കാൻ വലിയ പാടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് സംഭവിച്ചത്. പിന്നെ നമ്മളെ ഷാനവാസ് അക്ബറും തമ്മിലുള്ള വഴക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ അനീഷ് ബ്രോ നടുക്കേറി നിങ്ങൾ അടി ഉണ്ടാക്കരുത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ബാക്കി ആരും മൈൻഡ് ചെയ്തില്ല. കാരണം ബാക്കി ഒരു മൈൻഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടി ഉണ്ടാക്കി ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ ഔട്ടാവും. അനീഷ് ബ്രോയെ തന്ത്രപരമായിട്ട് ബിഗ് ബോസ് 2 വീക്കില് അവിടെ നിർത്തി. പക്ഷെ 3-ാമത്തെ വീക്കില് അനീഷ് ബ്രോയെ തന്നെ നോർമലി എവിഷനിൽ വരാതെ നിന്നു, അതായത് നോമിനേഷനിൽ വരാതെ നിന്നു. അപ്പം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അനീഷ് ബ്രോ അവിടെ നിലയുറപ്പിച്ചു എന്നുള്ളതാണ് അല്ലേ. പോരാത്തതിന് പുറത്ത് പുള്ളിക്കാരനൊരു സപ്പോർട്ടും ഉണ്ടാവാൻ സാധ്യതയെല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ അനീഷ് ബ്രോയുടെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഓക്കെയാണ്. ഇങ്ങനെ പോയാൽ കുഴപ്പമില്ല. പക്ഷെ എല്ലാവരും എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഫാൻസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് നമുക്കത് അരോചകമായിരിക്കാം. ആണ് പുള്ളിക്കാരൻ വേറൊരു മൈൻഡ് ഓഫ് ഗെയിമാണ് കളിച്ചോണ്ടിരിക്കുന്നത് അല്ലേ. അതെ. പക്ഷെ അനീഷ് ബ്രോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സംസാരം മാത്രമേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമറാണ്. വേറെ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ഇതുവരെ നടന്ന എല്ലാ ടാസ്കിലും അനീഷ് ബ്രോയാണ് ഒരു സെറ്റ് ടാസ്ക് ചെയ്ത് നമ്മളെ സരികേനെയും ഒനിയലിനെയും ഡാർക്ക് സോണിലോട്ട് പറഞ്ഞയച്ചത്. അത് ചെറിയ കാര്യമൊന്നുമല്ല. ഇത്രയും മെമ്പേഴ്സ് ഫിസിക്കലി ഫിറ്റ് ആണ്. നമ്മൾ ഇത്രയും മെമ്പേഴ്സ് ഉള്ളപ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞെങ്കിൽ ഒരുപാട് പേര് ഔട്ടായി പോകും. അങ്ങനെയാണെങ്കിലും ഓക്കെ, കുറച്ച് മെമ്പേഴ്സിലോ. അപ്പൊ ഇത്രയും മെമ്പേഴ്സിന്റെ കൂടെ ഓടി ജയിച്ച് അല്ലേ ആ ഒരു ടോക്കൺ എടുത്ത് ഒണിയന്റെ എന്നുള്ള എല്ലാ ടോക്കണും എടുത്ത് ഒണിയലിനെയും സരികേനെയും
അങ്ങ് ഡാർക്ക് സോണിൽ പറഞ്ഞേക്കാനുള്ള അപ്പൊ എത്ര ഒരു ലെവൽ പവറാണ്. അപ്പം പുള്ളിക്കാരൻ നല്ല ഗെയിമർ ആയപ്പോൾ എനിക്കിപ്പോൾ പുള്ളിക്കാരൻ്റെ ഇഷ്ടമുണ്ട്. കാരണം അങ്ങനെയല്ല, എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെ. പക്ഷെ പുള്ളിക്കാരൻ എനിക്കിപ്പോൾ മുമ്പ് വരെ എനിക്ക് ഒട്ടും കണ്ടുകൂടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു ഗെയിമറാണ്. ബിഗ് ബോസിന് പറ്റിയ ഒരു മെറ്റീരിയലാണ്. പക്ഷേ എനിക്ക് ഒരാളത്ര പോരാൻ തോന്നി, നമ്മളെ രേണു സുധി. പുള്ളിക്കാരത്തി പുറത്ത് നമ്മളെല്ലാരും അറിയപ്പെടുന്ന ഒരു വൈറൽ താരമാണ്. പക്ഷെ നമ്മൾ ഇതിലോട്ട് ഫയർ തന്നെയാണ്. പക്ഷെ അകത്ത് വന്നിട്ട് പുള്ളിക്കാരത്തിക്ക് പുറത്തെ കണ്ട ലോകമല്ല അകത്തു വമ്പൻ പ്ലേയേഴ്സ് അല്ലേ. ഈ തവണ വന്ന ഈ 20 പേരും വമ്പൻ പ്ലേയേഴ്സ് ആണ്. ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ രേണുസുധി നോക്കുമ്പോൾ എല്ലാവരും എന്നേക്കാൾ വമ്പൻ ടീമുകൾ. അപ്പൊ പുള്ളിക്കാരത്തി അങ്ങ് പയ്യെ മടങ്ങി മെന്റലി ആയിക്കോട്ടെ ഫിസിക്കലിയും ഗെയിംസിലൊന്നും ഒരു ആക്റ്റീവും ഇല്ല. അതെല്ലാരും പറഞ്ഞ ശരിയാണ്. പക്ഷേ എന്തോ വീട്ടിൽ പോകണമെന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിരിക്കും. പക്ഷെ പുള്ളിക്കാരിക്ക് പുറത്തുള്ളൊരു സപ്പോർട്ടും ഉണ്ട്. പുള്ളിക്കാരി നോമിനേഷനിൽ വന്നാലും അവിടെ നിൽക്കും. കാരണം എന്തെന്നറിയോ, എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമോ എന്ന് പ്രതീക്ഷയാണ്. പുള്ളിക്കാരത്തി പുറത്തൊരു കണ്ടന്റ് ആണ്. അപ്പൊ അകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ജനങ്ങൾ അവിടെ നിർത്തിയേക്കുന്നത്. എല്ലാം കേൾക്കാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും അങ്ങോട്ടാ അവൻ പറഞ്ഞായിട്ട് ലാസ്റ്റ് എന്നെ എല്ലാവർക്കും കുറങ്ങായി ഗൈസ്. ആദ്യമേ കഴുകാൻ പറഞ്ഞപ്പോ കഴുകാൻ കൊടുത്തില്ല. പക്ഷെ ആ ഒരു ടാസ്ക് കൊള്ളായിരുന്നല്ലേ. അപ്പൊ ചിരി കണ്ടിട്ട് യക്ഷിയുടെ ചിരിയാണ്. രാവിലെ പാട്ടൊക്കെ ഇട്ട് നമ്മൾ നിൽക്കൂലേ, ആ സമയത്ത് അടുക്കള കട്ടൻ വെള്ളം വെക്കൂലേ, ആ സമയത്ത് തന്നെ പ്രശ്നം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് പ്രശ്നം കുത്തിരിപ്പുണ്ടായി കൊടുക്കണേ. നാളെ രാവിലെ പാട്ട് കഴിയൂലേ, അപ്പൊ കട്ടൻ ഇടൂലേ, അതിന് ശേഷം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണേന്ന് അപ്പൊ തന്നെ തുടങ്ങിക്കോണോ. അനു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുവിന്റെ എന്താണ്, അനുവിനെ എല്ലാരും വെറുത്തു പോവുകയാണ്. കാരണം അനു ചുമ്മാ ആവശ്യമില്ലാത്ത അവള് കുഞ്ഞു കാര്യം മതി. കുഞ്ഞു കാര്യത്തിന് അവക്ക് ഒട്ടും തൊലിക്കട്ടിയില്ല. മീൻസ് എന്ത് ചെറുതായിട്ടൊന്ന് കേട്ടല്ലോ പുറത്ത് അവള് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ അവൾക്ക് അതിന്റെ പേടിയായിരിക്കും പുറത്ത് എന്നെ കുറിച്ച് പറഞ്ഞ ബാധിച്ച് തീർത്ത് തറയിൽ കിടന്ന് കരച്ചില് കറക്റ്റ് പക്കാ ഞാൻ തന്നെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാ അവളെ ഒരു തവണയാണ് ജിസയില് എന്താണ് ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞത്. ഒരു 3000 തവണയെങ്കിലും അനു ക്യാമറയുടെ മുമ്പ് എന്നെ ചപ്പാത്തി കട്ടവളെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുന്നത് അനുവാണ് അല്ലേ. അപ്പൊ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.